അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ? അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും അങ്ങനെയല്ല. നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ്. പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കൂ, അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും. അനീഷ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൊടുത്ത ആദ്യ ഇൻ്റർവ്യൂവിലാണ് ഇതേ കണക്കൊരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്, അതത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അനീഷ് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വരുന്നത്. എന്താണ് അനീഷ് പറയുന്നത്, അനീഷ് ഒന്ന് ചിന്തിച്ചിട്ടാണോ പറയുന്നത്, ഇത്രയൊക്കെ പഠിച്ച് എക്സാമൊക്കെ എഴുതി ഇത്രയൊക്കെ വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതുപോലത്തുള്ള മണ്ടത്തരങ്ങളാണോ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷിനെതിരെ വ്യാപകമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസും അതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് ഇതിനെ നെഗറ്റീവായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അനീഷ് ആ ഒരു പറഞ്ഞതിനോട് എനിക്കും യോജിപ്പൊന്നുമില്ല. അനീഷ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ വളരെയധികം സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അനീഷ്. എന്നിട്ട് പോലും ഇതുപോലൊരു കാര്യം അനീഷ് പറയുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിൽ പിന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.